നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. റയലിൻ്റെ വീഴ്ച മുതലെടുക്കാൻ ബാഴ്സലോണ ഇന്നിറങ്ങുകയാണ്. ഇന്നലത്തെ മത്സരം വിജയിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് കയറാനുള്ള സാഹചര്യം ഉണ്ടാകുമായിരുന്നു റയൽ മാഡ്രിഡിന്. പക്ഷേ റയോ വല്ലക്കാനക്കെതിരെ 3-3 സമനില. സോ ബാഴ്സലോണയ്ക്ക് ആ ഒറ്റ പോയിൻറ്റിൻ്റെ അഡ്വാൻറ്റേജ് ഇപ്പോഴുണ്ട്. അത് മികച്ച രൂപത്തിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ഇന്നത്തെ കളിയിൽ ഇനി പോയിൻ്റ് ഡ്രോപ്പ് ചെയ്യരുത്. സമീപകാലത്ത് ലാ ലീഗയിൽ ബാഴ്സലോണ സ്ട്രഗിൾ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ അവർ മികച്ച രൂപത്തിൽ മുന്നോട്ട് പോകുമെന്ന പ്രതീക്ഷയിലാണ് ഇപ്പോൾ ആരാധകരുള്ളത്. ഇന്നത്തെ മത്സരം രാത്രി ഇന്ത്യൻ സമയം 1:30 എന്ന് പറഞ്ഞാൽ സാങ്കേതികമായി നാളെ പുലർച്ചെ 1:30 ലെഗാനസുമായിട്ട് ബാഴ്സലോണ സ്വന്തം മൈതാനത്ത് കളിക്കാനിറങ്ങുമ്പോൾ വിജയത്തിൽ കുറഞ്ഞതൊന്നും ആരാധകർ ആഗ്രഹിക്കുന്നില്ല, പ്രതീക്ഷിക്കുന്നില്ല. ഇന്നലെ കോച്ച് ഹൻസി ഫ്ലിക്ക് ഇതിനെക്കുറിച്ച് പറഞ്ഞു. ഞങ്ങളുടെ കിരീടത്തിൻ്റെ കാര്യങ്ങൾ, ഞങ്ങളുടെ മുന്നോട്ട് പോക്കിൻ്റെ കാര്യങ്ങളെല്ലാം ഞങ്ങളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ് ഇപ്പോഴുള്ളത്. ഇറ്റ്സ് ഓൾ ഡിപ്പെൻഡ്സ് ഓൺ അസ്. എനിക്ക് ഈ ടീം 100% ഫോക്കസ്ഡ് ആയിട്ട് എതിരാളികളെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് കളിക്കളത്തിലേക്ക് ഇറങ്ങണം, റിഗാർഡ്ലെസ് ഓഫ് ദെയർ പൊസിഷൻ ഇൻ ദി ലാ ലീഗ ടേബിൾ. എതിരാളികളുടെ ലാ ലീഗയിലെ സ്ഥാനം എന്തോ ആവട്ടെ, അവരെ ബഹുമാനിച്ചുകൊണ്ട് വേണം കളിക്കളത്തിലേക്ക് ഇറങ്ങാൻ. അങ്ങനെ ഫോക്കസ്ഡ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് നടത്താൻ ഈ ടീമിന് കഴിയണം. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എന്ന് ഹൻസി ഫ്ലിക്ക് പറയുന്നു. അതായത് ലെഗാനസിൻ്റെ ഇപ്പോഴത്തെ ലാ ലീഗയിലെ പൊസിഷൻ എന്ന് പറഞ്ഞാൽ 17ാം സ്ഥാനമാണ്. 16 കളികളിൽ നിന്ന് അവരാകെ വിജയിച്ചത് 3 മത്സരങ്ങളാണ്. 15 പോയിൻറ്റുമായിട്ട് 17ാം സ്ഥാനത്താണ് അവരെങ്കിൽ FC ബാഴ്സലോണ 17 കളികളിൽ നിന്ന് 12 വിജയം, ആകെ 3 കളിയെ തോറ്റുള്ളൂ. 38 പോയിൻറ്റോടെ ഇപ്പോൾ ഒന്നാം സ്ഥാനത്ത് നിൽക്കുകയാണ്. സോ അത് തുടരണം. റയലിന് 17 കളിയിൽ നിന്ന് 37 പോയിൻ്റാണ്. റയൽ പോയിൻ്റ് ഡ്രോപ്പ് ചെയ്തത് ബാഴ്സയ്ക്ക് അനുഗ്രഹമായി മാറിയിട്ടുണ്ട്. ആ അനുഗ്രഹവും അഡ്വാൻറ്റേജും നിലനിർത്തണം. ഇന്ന് അവരതിനാണ് ഇറങ്ങുക. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് കൊണ്ടുവെത്താം.